ഇന്നത്തെ ശ്രേഷ്ഠമായിരിക്കുന്ന ബാലിക ബാലസമാജത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുവാനും അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനുമായി ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ വിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗരസ്ത്യ കാത്തോലിക്കാബാവ തിരുമേനി, കോട്ടയം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട തോമസ് കാവുങ്കലച്ചൻ, ബാലസമാജത്തിൻ്റെ കോട്ടയം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കോട്ടയം ഭദ്രാസന ബാലിക ബാലസമാജത്തിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുവാനും നന്മകൾ ആശംസിക്കുവാനുമായി ഞാൻ നിൽക്കുന്നത്. ഈ ദേവാലയം വളരെയധികം പ്രതിസന്ധികൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തിൻ്റെയും ദൈവികമായിരിക്കുന്ന സത്യാരാധനയുടെയും പശ്ചാത്തലത്തിൽ ആയിത്തീർന്നതിന് ശേഷമുള്ള കാലഘട്ടം, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം നിർവഹിച്ചതിന് ശേഷം ക്രമാനുഗതമായിട്ട് എല്ലാ വർഷവും ബാലസമാജത്തിൻ്റെ ക്യാമ്പ് ഈ ഇടവക ഏറ്റെടുക്കുകയും ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്ന പതിവാണ് ഉള്ളത്. കഴിഞ്ഞ 1-2 വർഷം അതിന് മുടക്കം സംഭവിച്ചെങ്കിലും ഈ വലിയ പെരുന്നാളിൽ വീണ്ടും അത് ആരംഭിച്ച് ഇന്ന് എല്ലാവരെയും ഈ പരിശുദ്ധ ദേവാലയ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. നമ്മുടെ ബാലിക ബാലസമാജം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഒരു ബാക്ക് ബോൺ വിശേഷിപ്പിക്കുവാനും മാത്രമല്ല കുട്ടികളുടെ എല്ലാ അഭിരുചികളെയും പ്രോത്സാഹിപ്പിക്കുവാനും ഈ പ്രസ്ഥാനത്തിന് വളരെയധികം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവസന്നിധി പ്രത്യേകമായിട്ട് അനുസ്മരിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെപ്പോലെയുള്ള വൈദികരൊക്കെയും അവരുടെ ബാലകളരി എന്ന് പറയുന്നത് സൺഡേ സ്കൂളും അവിടുത്തെ ബാലസമാജവുമാണ്. ആ നല്ല നാളുകളെ ഈ സമയം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ അവധിക്കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവസ്ഥലത്തിൽ ചേർന്നിരിക്കുവാൻ ദൈവം തന്ന നല്ല അവസരമായിട്ട് ഇതിനെ കാണുവാൻ സാധിക്കണം. കൂടുതൽ കുട്ടികൾ കടന്നു വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുവാനും അവരെ നിയന്ത്രിക്കുവാനും ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും വരും വർഷം കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് ക്രമീകരിച്ച് നമ്മുടെ ഭദ്രാസനത്തിലെ അതാണ് മുഴുവൻ കുഞ്ഞുങ്ങളെയും ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയുവാനായിട്ടുള്ളത്. പരിമിതമായി തീരാതെ കൂടുതൽ കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ദൈവാശ്രയത്തോടുകൂടി 2 ദിവസം ചെലവഴിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വളരെ ശ്രദ്ധേയമായ ദിനങ്ങളായിട്ട്, നിമിഷങ്ങളായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ദൈവം ഈ തുടർന്നുള്ള ദിവസവും ഈ ദിനവും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ നല്ല ദിനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ലഭിക്കുന്ന നല്ല ക്ലാസ്സുകൾ, നല്ല ആരാധന അന്തരീക്ഷം, അത് നിങ്ങളുടെ തുടർന്നുള്ള അധ്യയന വർഷത്തെയും നിങ്ങളുടെ ഭാവി ജീവിതത്തെയും അനുഗ്രഹകരമായിട്ട് ക്രമീകരിക്കാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടും അനുഗ്രഹത്തിൻ്റെ പുണ്യദിനങ്ങൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ